ഞാൻ ഇന്ന് നിൽക്കുന്ന സന്ദേശം അൽഫോൻസാമ്മ കൊച്ചായിരുന്നപ്പം അക്ഷരം വായിക്കാൻ അറിയാവുന്ന തൊട്ട് ആ കൊച്ചു പ്രായം തൊട്ട് വന്നിരുന്ന് ഇവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലിരുന്ന് വേദോത്സവമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനാ നിരതയായ പൈതലിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്ഭുതങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായത്. അൽഫോൻസാമ്മ അത്ഭുതമൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ ആ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ ശക്തമായിട്ട് ആഹ്വാനിക്കുന്ന കാലഘട്ടം. കാരണം ലോകത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെയാണ്. ഇപ്പം എന്താ സംഭവിക്കുന്ന വയനാട്ടിൽ നമ്മുടെ മനസ്സിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളെല്ലാവരും പത്രത്തിൽ കാണുന്നതാണ്. മൺമറിഞ്ഞു പോയ ആളുകൾ ആ വഴിക്ക് പോയി. പക്ഷേ അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുവിൻ, അവർക്കൊന്നുമില്ല. എന്താണ് യുക്രൈനിൽ നടക്കുന്നത് നമുക്കറിയാം, അതുപോലെ തന്നെ ഗാസയിൽ നടക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. അതേസമയം തന്നെ ഒളിമ്പിക്സ് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതലമായിരിക്കുന്ന ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കും. അത് തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി പൈശാചിക ശക്തികൾ ഒരുപ്പെടുന്നതും നമ്മുടെ മനസ്സിൽ വരട്ടെ. ഫ്രാൻസിൻ്റെ വിവിധ തലങ്ങളിൽ അതിൻ്റെ എല്ലാ മൂലകളിൽ നിന്നുള്ള റെയിൽവേ അത് നശിപ്പിച്ചുകൊണ്ട് 8 ലക്ഷം പേരെ കുടുക്കിക്കളഞ്ഞ ആദ്യത്തെ ദിനത്തിൽ തന്നെ. ഒപ്പം തന്നെ അതിൻ്റെ പ്രദർശന വേളകളിലെല്ലാം ലോകത്തിൽ നടമാടുന്ന നിരീശ്വരത്വത്തിൻ്റെതായ പ്രതിഫലനങ്ങൾ അവിടെയൊക്കെ കാണാനിടയായി. അന്ത്യകാലത്തെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ഇതുപോലെ നിരീശ്വരന്മാർ വികൃതികൾ കാണിക്കാൻ പറ്റും. ഒളിമ്പിക്സിൻ്റെ വേദിയിലും ഇത് തന്നെ ചെയ്തതായിട്ട് വാർത്തയിൽ കണ്ടു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറേണ്ടതാണ്. അതായത് വേദപുസ്തകത്തിൻ്റെ ഏതൊരു വ്യക്തി എടുത്താലും അവർക്ക് കരുത്ത് നൽകിയത് പ്രാർത്ഥനയാണ്. അബ്രഹാം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അതിനുശേഷം കാണുന്ന മോശ അതിമനോഹരമായ പ്രതീകമാണ്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ കർത്താവിനോട് ശണ്ട കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശയെ നമ്മൾ അനുകരിക്കേണ്ടതാണെന്ന്. നമ്മുടെ കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഈ സഭയുടെ മക്കൾ മല്ലടിക്കാൻ സന്നദ്ധരാകേണ്ടതാണ്. കർത്താവ് മല്ലടിക്കാൻ ഇത്രയേറെ 2000 വർഷമായിട്ട് നീ കുരിശിൽ തൂങ്ങി വെച്ച രക്ഷ ഈ ലോകത്ത് പ്രദാനം ചെയ്തിട്ട് ഇതൊന്നും അറിയാതെ എതിരെ നീങ്ങുന്ന പൈശാചിക ശക്തികൾ ഇത്രമാത്രം നൃത്തമാടുന്ന ഒരു സാഹചര്യത്തെ നീ എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ട് നീ അനുവദിക്കുന്നു? ഭീകരത നടമാടുകയാ ലോകം മുഴുവൻ. നമ്മുടെ കേരളം ഒട്ടും തന്നെ അതിന് അപവാദമൊന്നുമല്ല. അതിഭയങ്കരമായ ഭീകരത. വത്തിക്കാൻ വരെ ഞങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസ സമൂഹത്തെ ഇല്ലാതാക്കുന്ന പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ മതി, മറ്റാരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഗളച്ഛേദം ചെയ്തുകൊണ്ട് എന്തോ ഒരു വല്ലാത്ത വ്യവസ്ഥ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ നടുവിലാണ് ഇന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രസക്തി എന്ന കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഏറ്റവും വലിയ എമർജൻസി അതാണ്. പ്രാർത്ഥിക്കുന്ന സഭാമക്കൾ രൂപം കൊള്ളാൻ കഴിയണം. മോശയെ പോലെ സംഗീതങ്ങൾ നമ്മൾ കാണുന്ന മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദാവീദിനെയാണ്. യുദ്ധത്തിൽ ഫിലിസ്ത്യാക്കാരെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോ ഉടനെ ദാവീദ് സൈന്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ പ്ലാൻ ചെയ്യായിരുന്നില്ല ചെയ്തത്. ദാവീദ് ഉടൻ തന്നെ ചെയ്ത് ഫിലിസ്ത്യാക്കാർക്കെതിരായി സംഘടിക്കുമെന്ന് പറയുകയാണ് ചെയ്ത് ഉടൻ ചെന്ന് കൊണ്ടുവരുവേൻ, പ്രാർത്ഥനയുടെ വസ്തു കൊണ്ടുവരുവേൻ, ഉപവാസം പ്രഖ്യാപിക്കുകയും എല്ലാവരും പ്രാർത്ഥന നിരതാക്കുകയും ചെയ്തുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ യഹോവ പറഞ്ഞു, നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് വിട്ടുതരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. യഹോവ കൊണ്ടുവരാനാ പറഞ്ഞേ, അല്ലാതെ വാൾ കൊണ്ടുവരാനല്ല പറഞ്ഞേ. യഹോവ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുവേൻ. രാജ്യം മുഴുവൻ ഉപവാസം പ്രഖ്യാപിക്കും. ഇന്ന് സഭ മുഴുവൻ ഇങ്ങനൊരു കാലഘട്ടത്തിൽ നീങ്ങുകയാണ്. മനുഷ്യൻ ബോധമുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭംഗിയായിട്ട് ജീവിച്ചു പോവുകയാണ്. പക്ഷെ അത്ര ഭംഗിയൊന്നുമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന കാര്യം. നമ്മൾ നിൽക്കുന്ന പാദത്തിന്റെ അടിയിൽ മണ്ണ് ഊർന്നു പോകുന്നു എന്ന ഓർമ്മയുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളും വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിപ്പിച്ച് പഠിപ്പിക്കേണ്ട കാലഘട്ടമാണ്. കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. ഈ മിഷൻ ലീഗിൻ്റെ തീർത്ഥാടനം ആരംഭിച്ച് തന്നെ ഈ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ്. ഇളം തലമുറയുടെ വിശുദ്ധീകരണം, സുഹൃത്തുക്കൾ ചൊല്ലി ഈശോയിലേക്ക് അടുപ്പിക്കണം. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോഹരമായ ഉദാഹരണം പഴയ നിയമത്തിൽ കാണുന്ന ഏലിയ പ്രവാചകനാണ്. ദൈവത്തെ ഒരുക്കുന്നത് കാണാൻ കഴിയും. നീ കെരീത്ത് നദിയുടെ തീരത്ത് പോയിരിക്കാൻ പറഞ്ഞു. എപ്പോഴാ? അതിഭയങ്കരമായ വരൾച്ചയുണ്ടായപ്പം അദ്ദേഹം തന്നെ രാജാവോട് ചെന്ന് പറഞ്ഞു. ആ രാജാവ് ഒരു പെണ്ണ് കെട്ടി ചേരാത്ത ഒരു സംഗതി ഉള്ളിൽ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നശിപ്പിക്കും.
അതുകൊണ്ട് കല്യാണം ആലോചിക്കും, മാതാപിതാക്കൾ ആലോചിക്കണം. നിങ്ങളുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ അല്പം ഭക്തിയും വിശ്വാസവും സ്വഭാവശുദ്ധിയുള്ള പെൺപിള്ളേരെ കണ്ടിട്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ അപകടമാണ്, നിങ്ങൾ കൊണ്ടുവന്ന എല്ലാം തകർത്ത് കളയും. അങ്ങനെ ഒരു സംഭവമാണ് ആഹാബ് രാജാവിനുണ്ടായത്. മനുഷ്യൻ പോയി കല്യാണം കഴിച്ചു, പക്ഷേ അദ്ദേഹം സൗന്ദര്യം മാത്രം നോക്കിയുള്ളൂ. ജസബേൽ എന്ന് പറഞ്ഞ രാജ്ഞി, പക്ഷേ അവൾ ബാൽ ദേവന്റെ വിഗ്രഹാരാധകയായിരുന്നു. അതോട് ചേർന്ന എല്ലാ ദുഷ്ടതകളും അവരുടെ ഉള്ളിൽ പേറിയിരുന്നു. ഇവൾ ഈ വീട്ടിലേക്ക് വന്നു. സമറിയയിലെ രാജാവിന്റെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞ് അവളുടെ ആധിപത്യം പുലർത്തിക്കൊണ്ട് യഹോവയിലെ ആരാധന ആദ്യം തന്നെ നിർത്തലാക്കി. ചില പെൺപിള്ളേര് കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായ കുടുംബ പ്രാർത്ഥന സജീവമായിട്ട് കൊണ്ടുപോകുന്നത് കാണാം. എന്നാൽ ചിലത് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വശം പോലും കാണുകയില്ല, ഉള്ള പ്രാർത്ഥനയും കൂടെ കെട്ടുപോകും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. ഇവിടെ ഈ പെണ്ണകത്ത് കയറി കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരം തകർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? യഹോവയുടെ ആരാധന അവൾ നിരോധിച്ചിട്ട് മഴയുടെ ദേവനായ ബാലിന്റെ ആരാധന നടപ്പാക്കി. യഹോവയുടെ എല്ലാ പുരോഹിതരെയും കൊന്നൊടുക്കിയിട്ട് ഈ മഴയുടെ ദേവന്റെ പുരോഹിതന്മാരെ നിയമിച്ചു. മഴയാണുള്ള പച്ചപ്പ് തരുന്നത്. അപ്പൊ എന്നാ ചെയ്തു? പ്രവാചകൻ കയറിച്ചെന്ന് പറഞ്ഞു, ഞാൻ പറയാതെ അടുത്ത 3 വർഷക്കാലത്തേക്ക് ഒരു തുള്ളി മഴ ഇവിടെ പെയ്യില്ല എന്ന് പറഞ്ഞു. ദൈവം പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആദ്യം കാണും. ഒരുക്കുക, നീ ഒരു കാര്യം ചെയ്ത് കെരീറ്റ് നദിയിൽ പോയിട്ട് ഇരുന്നോളാൻ പറയാം. 6 മാസം ഇരുന്നു. കാക്കകൾ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ 6 മാസം നീ പ്രവാചകൻ കഴിച്ചു കൂട്ടി. 2ാം ഘട്ടം എന്ന് പറയുന്നത് നീ സീദോണിലേക്ക് സറേപ്താലേക്ക് പോകാൻ പറഞ്ഞു. കാരണം ഇവിടെ വറ്റിപ്പോയി, ഈ നദി വറ്റിപ്പോയി, കാക്കയുടെ വരവ് നിന്നു, ആകെ അതിഭയങ്കരമായ വിഷമമായി. നീ പൊക്കോ. എങ്ങോട്ടാ? സറേപ്തായിൽ വിധവയുടെ അടുത്തേക്ക് അവിടെ പോകാൻ പറഞ്ഞു. 3 വർഷക്കാലം വിശുദ്ധനായിട്ട് അവിടെ ജീവിച്ചു. ആദ്യത്തേത് വിശ്വാസത്തിന്റെ ജീവിതമായിരുന്നുവെങ്കിൽ 2ാമത്തെ വിശുദ്ധിയുടെ ജീവിതമായി. അവിടെ ഒരു വിധവയും ഒരു കുട്ടിയും മാത്രം 3 വർഷക്കാലം അവരെ കൂടെ താമസിച്ചിട്ട് വിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് കിടന്നു. അതിന്റെ ഫലം ആ കൊച്ചു മരിച്ചുപോയി. മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള ശക്തി ഈ പ്രവാചകന് കൈവന്നു. 2ാം ഘട്ടം അതാ. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇത് കുറെ ഏറെ നമ്മുടെ സഭയിലേക്ക് ഇന്ന് വന്നെങ്കിലേ ശരിയാവുള്ളൂ. നമ്മൾ എന്നാ സംഘടിപ്പിച്ചാലും എന്നാ പരിപാടി നടത്തിയാലും ശരി, വ്യക്തികളും സമൂഹങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവത്തിലേക്ക് വരാതെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നം അവസാനിക്കുകയില്ല, സഭയുടെ പ്രശ്നം അവസാനിക്കുകയില്ല, ഒരു സിനഡിന്റെയും പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. 3ാമത്തെ ഘട്ടം ഞാൻ പറയാം. ആ ജീവിതത്തിന് 3ാമത്തെ ഘട്ടം എന്നറിയോ? അദ്ദേഹം വെല്ലുവിളിച്ചു കാർമൽ മലയുടെ മുകളിലേക്ക് വരാൻ. രാജാവിനെയും പരിവാരങ്ങളെയും വെല്ലുവിളിച്ചു. ബാലദേവന്മാർ ബലിയർപ്പിക്കാൻ പറഞ്ഞു. ഒരു ബലിയർപ്പിച്ചു, പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ശരി, ഞാൻ ബലിയർപ്പിക്കുക. ആദ്യം ചെയ്തത് അദ്ദേഹം യഹോവയുടെ തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കി. നമ്മുടെ ദേവാലയങ്ങൾ കമനീയമായ ബലിപീഠങ്ങൾ, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ തകർന്നു കിടക്കുന്ന ബലിപീഠം, നമ്മുടെ കുടുംബങ്ങളുടെ ബലിപീഠങ്ങൾ തകർന്നു കിടക്കുന്നു. അത് നേരെയാക്കി. അത് ആദ്യം എങ്ങനെ നേരെയാക്കി? 12 കല്ലെടുത്തു. 12 എന്നതാണെന്നറിയാമോ? ആ ദൈവജനത്തിന്റെ കൂട്ടായ്മയുടെ പ്രതീകമാണ്. അതിൽ ഒരെണ്ണം പോലും മാറ്റി നിർത്തുകയില്ല. എന്ന് പറഞ്ഞാൽ സഭ മുഴുവൻ ഒന്നിച്ച് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം ആ അൾത്താരയെ ക്രമീകരിക്കും. നമ്മൾ കുർബാനയെ പങ്കെടുക്കുമ്പോഴേ നമ്മൾ തന്നെ ഒന്നും പങ്കെടുക്കരുത് കേട്ടോ. അതെ, കൂട്ടായ്മയുടെ ആവിഷ്കാരമാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവാണ് ഈ കുർബാനക്രമത്തിന് അധിപമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ്, നമ്മുടെ സ്വന്തമൊന്നുമല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റിമറിക്കാൻ പറ്റില്ല. അത് കർത്താവിൻ്റെ സഭ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് അംഗീകരിച്ച് തരുന്ന അതേപടി അത് പങ്കുവയ്ക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അത് കൂട്ടായ്മയുടെ ആവിഷ്കാരമാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടിയത്? നമ്മുടെ വീടുകളിൽ ലഹരി അഞ്ഞടിച്ച് കയറുകയും കണ്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ? 2 പേര് പോയി ആത്മഹത്യ ചെയ്തത്. ഒരു കൊച്ച് ലഹരിക്ക് അടിപ്പെട്ടിട്ട് അവൻ വീട്ടിൽ വന്ന് പണം മുഴുവൻ നഷ്ടത്തിരുത്തി ജീവിക്കാൻ നിർത്തിയില്ലാണ്ട് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ധനാഢ്യനായ അപ്പനും അമ്മയും കാറിൽ കയറി ദൂരെ പോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഞങ്ങൾ മടുത്തു, ഇവനെ കൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, ഇപ്പോൾ ഈ പറയുന്ന ചുറ്റുനാടുകളിലും ഈ ലഹരിക്കൽ വിൽപ്പനക്കാരുണ്ടാകും എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ് ഒരിക്കലെങ്കിലും ലഹരിക്ക് അടിപ്പെട്ടാൽ പോയി നമ്മുടെ ജീവിതം, തകർന്നു. ഇതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മുടെ സ്കൂളുകളുടെ ചുറ്റുവലയങ്ങളിലെല്ലാം
നമ്മുടെ വീടുകളെ തകർക്കത്തക്ക രീതിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധം നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ സജീവമായിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഈ പറയുന്ന വലിയ തിന്മയ്ക്കെതിരെ, ഭീകരമായ ശക്തിക്കെതിരെ പ്രതിരോധിക്കാൻ ശക്തി ആർജിച്ചുകൊണ്ട് അദ്ദേഹം വിറകടുക്കി ബലിവസ്തു വെച്ചു. 7 കുടം വെള്ളം ആ ബലിവസ്തുവിന്മേൽ ഒഴിച്ച് ഓവുകളിൽ വെള്ളമൊന്ന് നിറഞ്ഞ് അതിശക്തമായ ഒരു മനോഹരമായ ബലിയർപ്പ നിമിഷത്തിലേക്ക് നീങ്ങുക. അത് എന്ത് പറഞ്ഞു? കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അത് 2-3 മിനിറ്റ് നേരത്തെ പ്രാർത്ഥനയാണ്. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എവിടായിരുന്നു? 3 വർഷക്കാലം അദ്ദേഹം സറേറ്റായിൽ 6 മാസക്കാലം ആ നദിക്കരികെ സുദീർഘമായി ആരുമറിയാതെ പ്രാർത്ഥിച്ച മനുഷ്യന്റെ പരസ്യ പ്രാർത്ഥന നടക്കാൻ പോവാം. നമ്മുടെ ജീവിതത്തിലെ കുർബാന പരസ്യ പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? അവിടെ അൽഫോൻസ ആരംഭിച്ചതുകൊണ്ട് അൽഫോൻസ നമ്മുടെ കൊച്ചു നാളിലെ ഈശോയുടെ ബന്ധത്തില് അടിയുറിച്ചത് കൊണ്ടല്ലേ ഇവിടെ ഉണ്ടായ മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്ന് ആ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് തന്നെ ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് ശീലിച്ചതും അതല്ലേ വളർന്നു വന്നപ്പോൾ വന്ന് മകുടം ചാർത്തിയത്. നമ്മുടെ കുഞ്ഞുങ്ങളിത് പഠിപ്പിക്കുന്നുണ്ടോ? എന്നാ പ്രാർത്ഥിച്ചെന്നറിയാമോ? അദ്ദേഹം പ്രാർത്ഥിച്ചതേ, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, നീ പറഞ്ഞതൊക്കെ ചെയ്തു. ഞാൻ 3 വർഷക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ 6 മാസം പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി ആരുമില്ല. നിന്റെ എല്ലാ പുരോഹിതന്മാരെയും കൊന്നുകളഞ്ഞു. ഇനി ഞാൻ മാത്രം അവശേഷിക്കുന്നുള്ളൂ. എൻ്റെ ജീവിതം വേണ്ടിയിട്ട് ഇവർ ഓടി നടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവമാണെന്ന്. ഈ മനുഷ്യർ കാണാൻ വേണ്ടി ബലിവസ്തു സ്വീകരിച്ചാൽ എന്ന് പറയുമ്പോഴും അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളെ ചാമ്പലാക്കി എന്ന സംഭവം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാം? ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ മാണിയച്ചൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ ചെന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് സംസ്കരിക്കണം, ചർച്ച ചെയ്യണം, കൊച്ചുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം, അൽഫോൻസാമ്മയുടെ മാതൃകയെ പിന്തുടരണം, നമ്മുടെ ആത്മാവിലേക്ക് പുതുജീവൻ കടന്നു വരണം. ഇന്നത്തെ അതിശക്തമായ വെല്ലുവിളി നേരിടാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. അവർ നേരിടുന്ന പള്ളിക്കൂടത്തിലെ അന്തരീക്ഷം, കോളേജിലെ അന്തരീക്ഷം, ഇടപെടൽ, അതുപോലെ നിരീശ്വരത്തിൻ്റെ കടന്നുകയറ്റം, ഈ മൊബൈലിലൂടെ, യൂട്യൂബിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കടന്നു വരുന്ന അതിഭയങ്കരമായിട്ടുള്ള ഈ നിരീശ്വരത്തിൻ്റെ പ്രവാഹം, അത് ശക്തമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന ഹൃദയത്തിന് ഉറപ്പ് കൊടുക്കണം. ഉറപ്പ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊച്ച്, മുമ്പിലിരിക്കുന്ന കൊച്ച്, അതിൻ്റെ ഉള്ളിൽ ഈശോ ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ പറയാൻ കഴിയണം, ദൈവത്തിന്റെ പുത്രനാണ്. ഈശോ നിനക്കാരാന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവാണ്. നീ എൻ്റെ ഈശോയ്ക്ക്, ഞാൻ ഈശോയുടെ കൂടെ ജീവിക്കും, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും, ഈശോയുടെ ഒപ്പം ജീവിക്കും, ഞാൻ ഈശോയെ പ്രഘോഷിക്കും എന്ന് പറയാൻ പറ്റത്തക്ക രീതിയിൽ ഈ നടന്നു വന്ന കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ തീർത്ഥാടന ലക്ഷ്യത്തിലെത്തുള്ളൂ.